ചെറിയ കാലയളവ് കൊണ്ട് ഭയങ്കരമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആക്ടറാണ് കണാരൻ. ആസ് എ പ്രേക്ഷകൻ ഞാൻ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലായിട്ടാണ് കണാരൻ അഭിനയിക്കുക. അതായത് ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് കോമഡി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. കുറേ സിനിമകൾ, ഇപ്പോൾ ഈവൻ കുഞ്ഞിരാമായണാണെങ്കിലും സോൾട്ട് മാംഗോ ട്രീ ആണെങ്കിലും ഗൂഢാലോചന ആണെങ്കിലും പല സിനിമകളും ഈവൻ കണാരൻ കാരണം എൻ്റർടൈൻമെൻറ്റ് കിട്ടിയ, അല്ലെങ്കിൽ കണാരൻ കാരണം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിരുന്നു പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമകൾ കിട്ടാത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരു ആക്ടർ ശരിക്കും മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആക്ടറാണ് കണാരൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പല ക്ലിപ്സ് വരുമ്പോൾ നമ്മൾ ഒരുപാട് വട്ടം കണ്ട സീൻസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് വീണ്ടും വീണ്ടും ചിരി വരും കാണുമ്പോൾ. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ സിനിമ കിട്ടുന്നില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും അദ്ദേഹം തിരിച്ചു വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മാമുക്കോയക്കില്ലേ, അദ്ദേഹം ലെജൻഡ് ആയിരുന്നു, അത് വേറെ കാര്യം. അദ്ദേഹം എപ്പോഴും സെയിം സ്ലാങ്ങാണ് പഠിക്കുക. പക്ഷെ എന്നാലും നമുക്ക് ഒരിക്കലും അത് ബോറടിക്കില്ല. അതുപോലെയാണ് കണാരൻ. ഞാൻ ഒരിക്കലും കണാരനെ മാമുക്കോയായിട്ട് കമ്പയർ ചെയ്യില്ല. പക്ഷെ കണാരൻ എപ്പോഴും പിടിക്കുന്നത് സെയിം സ്ലാങ് ആണ്. പക്ഷെ ആ സെയിം സ്ലാങ് പിടിച്ചിട്ട് എത്ര കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്താലും നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്ന്. കണാരൻ എന്ത് പറ്റി, എന്തുകൊണ്ട് അദ്ദേഹം സിനിമകൾ അഭിനയിക്കുന്നില്ല എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും മിസ്റ്ററിയാണ്. എന്തായാലും അദ്ദേഹം ഉടൻ മലയാള സിനിമയ്ക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.